Good morning. Good morning, sir. Okay. So in the last class, what we have seen is ഇതായിരുന്നു നമ്മള് ഡിസ്കസ് ചെയ്ത പാട്ട്. ലാസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? Draft tube, sir. Draft tube. We discussed different types of draft tubes. And we have seen the equation for defining the efficiency of the draft tube. And towards the end of the class, we discussed cavitation in turbines. And seen a parameter called cavitation parameter, which is used to monitor, or which is used to as a design parameter when we consider the selection of draft tubes. So we will now continue with the topics, other topics. So the next topic is on surge tank. ഇന്ന് ഈ 3 ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ലെറ്റ് us have the discussion on surge tank. നമ്മൾ പവർ പ്ലാന്റിന്റെ ഫംഗ്ഷൻ പറയുമ്പോൾ what we have is the water stored at a certain height. We call that reservoir or dam. From the reservoir, water is brought to the powerhouse with the help of penstocks. So penstocks are larger diameter pipes connecting the reservoir and power station. Now, as you know, the load of the turbine may vary depending on the demand of power generation. Sometimes the power requirement will be high and sometimes it may fall below the average level. So you have to adjust the load on the turbine accordingly, or you have to adjust the turbine operation, control the turbine operation accordingly. ലോഡ് മാറുന്നതനുസരിച്ചിട്ട് പവർ റിക്വയർമെന്റ് കൂടുന്ന സമയത്ത് കൂടുതൽ ഓപ്പറേഷണൽ ഇതിൽ വരണം, മോഡിൽ വരണം, ഏത് ടർബൈൻ വരും. സോ യു ഹാവ് ടു അഡ്മിറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മേ റിക്വയർ ദർ, ആൻഡ് സം ടൈം ദ റിക്വയർമെന്റ് വിൽ ബി ലെസ്. സോ യു ഹാവ് ടു അഡ്ജസ്റ്റ് ലോവർ ദി ക്വാണ്ടിറ്റി സപ്ലൈ ടു ദി ടർബൈൻ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? By certain regulations are there. So sometimes you may require also to close these valves in order to regulate the flow of water to the admitted to the turbine. ഈ പൈപ്പ്ലൈൻസിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വാൽവ്സ് കാണും, കൺട്രോൾ വാൽവ്സ് കാണും. ഈ കൺട്രോൾ വാൽവ്സ് ഒക്കെ നമുക്ക് അടയ്ക്കാനും ഉറക്കാനും കൂടെ ചെയ്യേണ്ടി വരും, റിക്വയർമെന്റിനനുസരിച്ചിട്ട്. അപ്പോൾ സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി small tank or reservoir that is installed in the pipeline, or installed on the penstocks that connect the powerhouse and
റിസർവയർ. അപ്പോൾ നമ്മൾ ഡാമിൽ നിന്ന് വരുന്ന, അപ്പോൾ ഇതൊരു സർജ് ടാങ്കിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം നോക്കുക. So we have here the turbine situated here. അപ്പോൾ ഇത് പവർ സ്റ്റേഷൻ, പവർ പ്ലാന്റ് ഇവിടെയാണ്, ഒരു പവർ സ്റ്റേഷൻ ഇവിടെയാണ്, ഈ ലൊക്കേഷൻ ആണത്. And here we have the dam. And this is the head raise tunnel. Head raise tunnel എന്ന് പറയുന്നത് ഈ പെൻസ്റ്റോക്ക് head raise, the pipeline connecting the reservoir, that is dam and the power station. ഇത് രണ്ടിനിടയ്ക്ക് ആ പൈപ്പ് ലൈനിലാണ് നമ്മൾ സർജ് ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു റിസർവയർ ആണ്, ബട്ട് ഇറ്റ് ഇസ് സ്മോളർ സൈസ്ഡ്. ഡാം എന്ന് പറയുന്നത് ബിഗർ കൺസ്ട്രക്ഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹിയർ ദിസ് ഇസ് എ സ്മോളർ കൺസ്ട്രക്ഷൻ. അത് ഇതിന്റെ സൈസ് അനുസരിച്ച് കോൺക്രീറ്റ് സ്ട്രക്ചർ ആവാം, അല്ല വേറെ ചെറിയ ചെറിയ യൂണിറ്റ് ആണ്, ഡെമോ യൂണിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ സൈസ്ഡ് ആണെങ്കിൽ വേറെ മെറ്റൽ കൺസ്ട്രക്ഷൻ ആവാം. അപ്പൊ ഇത് സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഓപ്പൺ ടാങ്ക്, ഓപ്പൺ ആവാം, സംടൈം ഇറ്റ് മേ ബി ക്ലോസ്ഡ് ഓൾസോ. വേറെ ടൈപ്പ് നമ്മൾ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. സോ ദിസ് ഇസ് ദി സർജ് ടാങ്ക്. സോ ദിസ് ഇസ് എ റിസർവയർ. ആക്ച്വലി ഈ പൈപ്പ് ലൈനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന റിസർവയർ ആണ്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, we require to adjust the flow according to the load requirement on the turbine. അപ്പോൾ കൂടുതൽ റിക്വയർമെന്റ് വരുന്ന കേസും വരും, കുറവ് റിക്വയർമെന്റ് വരുന്ന കേസും വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് വാൽവ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ടർബൈൻ, സപ്പോസ് വി വാണ്ട് ടു സ്റ്റോപ്പ് ദ ഫ്ലോ കംപ്ലീറ്റ്ലി, ആ ടൈമിൽ നമ്മൾ ടർബൈൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഗവർണിംഗ് മെക്കാനിസം വെച്ച് ടർബൈൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ നമുക്ക് അടയ്ക്കണം. അപ്പോൾ പൈപ്പ് ലൈൻ്റെ എൻഡിൽ എന്തുണ്ടാകും, കൺട്രോൾ വാൽവ്സ് കാണും, ദാറ്റ് വിൽ ബി closed so that the flow stops. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലോ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരു ഫ്ലോയെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഹാമറിന്റെ പ്രശ്നങ്ങൾ വരാം. അതായത് ഈ ഫ്ലോ റിവേഴ്സൽ വരും. അത് ആ പൈപ്പ് ലൈനിൽ പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അതായത് ചില ഹയർ പ്രഷർ, ലോവർ പ്രഷർ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ പൈപ്പിന്റെ മെറ്റീരിയൽ അത് that will not be able to withstand that pressure fluctuations, large pressure fluctuations that is happening inside the pipeline due to this water hammer effects. So നമ്മൾ പെട്ടെന്ന് ഒരു ഫ്ലോയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, നമ്മളൊരു വണ്ടി ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെ, പെട്ടെന്ന് ഒരു ഗ്രാജുവലി നിൽക്കുന്ന വെഹിക്കിളും സഡൻലി ബ്രേക്ക് ചെയ്യുന്ന വെഹിക്കിളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ വാട്ടർ ഫ്ലോ, വാട്ടർ ഈസ് ഫ്ലോവിംഗ് അറ്റ് എ വെരി ലാർജ് ഫ്ലോ റേറ്റ്, ഓർ ദി ഇറ്റ് കംസ് അറ്റ് എ ലാർജ് വെലോസിറ്റി, നല്ല പ്രഷറാണ് വരുന്നത്. So that is abruptly stop, suddenly stop means that will cause water hammer. ഇതിന്റെ അകത്ത് പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. So that pressure fluctuation has to be neutralized. അല്ലെങ്കിൽ അത് എന്താ സംഭവിക്കുക, പൈപ്പ് ലൈനിന് അത് ഡാമേജ് ഉണ്ടാക്കും. Sometimes the pipe may get burst, പൊട്ടിത്തെറിക്കാം, പൈപ്പ് അങ്ങ് ഒളിഞ്ഞു പോവാം, പൊട്ടിപ്പോവാം. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഓപ്പൺ ടാങ്ക്, ഇതുപോലെയുള്ള ചെറിയ റിസർവയർ, ആൻഡ് ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദിസ് പെൻസ്റ്റോക്ക് വിത്ത് ആ കണക്ടിങ്. ഇവിടെ ഒരു ലാർജ് ഒരു പൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹെഡ് റൈസ് ടണലിൽ അല്ലെങ്കിൽ പെൻസ്റ്റോക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ സർജ് ടാങ്ക് ഈ പറയുന്ന ഒരു സ്റ്റോറേജ് ആയിട്ടും അതുകൊണ്ട് പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ടും സഹായിക്കും. എങ്ങനെ, സപ്പോസ് യു ക്ലോസ് ദ വാൽവ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഫ്ലോ ഗെറ്റ്. അപ്പൊ ഇത് ഈ സർജ് ടാങ്ക് നോർമലി ഇൻസ്റ്റാൾ ചെയ്ത പവർ ഹൗസിനോട് വളരെ അടുത്താണ്. അപ്പൊ ഇത് ഈ സർജ് ടാങ്ക് ഇല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഈസ് ദ ഫ്ലോ ഹാസ് ടു, എത്ര ലെങ്ത് ഉണ്ടോ ഈ പെൻസ്റ്റോക്കിന് ടോട്ടലി എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത് തിരിച്ച് ട്രാവൽ ചെയ്ത് വേണം അത് തിരിച്ച് റിസർവയറിലോട്ട് പോകാനായിട്ട് വാട്ടർ. അപ്പൊ അത് അത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ല ഈ സർജ് ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ സർജ് ടാങ്ക് ഇവിടെ ഇങ്ങനെ ഒരു ടാങ്ക് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവേഴ്സിൽ വരുന്ന ഫ്ലോ തിരിച്ച് ഈ റിസർവയറിലോട്ട് കയറി ഇവിടെ സ്റ്റോർഡ് ആവും. അല്ലെങ്കിൽ ഇത് ആ പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ കുറെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തിരിച്ച് ഇത് സർജ് ടാങ്ക് ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ഇൻവൈറ്റ് ഓർ ഇറ്റ് വിൽ കോസ് ഡാമേജ് ടു ദിസ് പൈപ്പ്. സോ ദിസ് സർജ് ടാങ്ക് വിൽ ബി ഏബിൾ ടു അബ്സോർബ് ദാറ്റ് pressure fluctuations that will happen due to the water hammer effect. അപ്പോൾ ഇത് ഒരു സ്റ്റോറേജ് ആയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഡിമാൻഡ് കുറവുള്ളത്, ഇപ്പോൾ ഈ
ഡിമാൻഡ് കുറവുള്ള സമയത്ത് ഇത് സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത പെർട്ടിക്കുലർ ടൈമിൽ ഇതിന്റെ ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്താണ്, കൂടുതൽ റിക്വയർമെന്റ് വാട്ടർ ഫ്ലോ വിൽ ബി മോർ, വാട്ടർ ഫ്ലോ ഹാസ് ടു ബി ദയർ. അപ്പൊ എന്താണ് സംഭവിക്കുക, ഈ ഡാമിൽ നിന്ന് വരുന്നതിനോടൊപ്പം തന്നെ ഈ സർജ് ടാങ്കിൽ നിന്നുള്ളതും തിരിച്ച് പൈപ്പിലോട്ട് പോകും. സോ ദാറ്റ് ദ റിക്വയർമെന്റ് ഈസ് മെറ്റ് അറ്റ് ദി ടർബൈൻ. അപ്പൊ ഇത് രണ്ട് രീതിയിലും അതിന് ഹെൽപ്ഫുൾ ആണ്. ഒന്ന് ഇത് സ്റ്റോറേജ് ആയിട്ട്, അതായത് ഈ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഈ പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ അബ്സോർബ് ചെയ്ത് ഈ പൈപ്പ് ലൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റിസർവെയർ ആണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് ഈ പവർ പ്രൊഡക്ഷൻ ലോഡ്, ടർബൈനിലുള്ള ലോഡ് കുറയുന്ന സമയത്ത് ഈ വാട്ടർ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഹിയർ ആൻഡ് ഇറ്റ് വിൽ ബി സപ്ലൈഡ് ബാക്ക് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, ഡിമാൻഡ് ഈസ് മോർ ഓർ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ അതാണ് സർജ് ടാങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ട്, ഒരു ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ സർജ് ടാങ്ക് ഹെഡ് റൈസ് ടണലിൽ മാത്രമല്ല, സംടൈം യു മേ റിക്വയർ ടു ഇൻസ്റ്റാൾ ദി സർജ് ടാങ്ക് ഇൻ ദി ടെയിൽ റൈസ് ടണൽ ആൾസോ. ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ടൈൽ റേസിലും ഈ പറയുന്ന രീതിയിലുള്ള സർജ് ടാങ്ക് ഇൻസ്റ്റലേഷൻസ് ആവശ്യം വരാറുണ്ട്. Then already explain the two important function, one to absorb the pressure fluctuation and the second one is as a storage. Then installation, when within the installation വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, such tanks are located near to the powerhouse to reduce length of the fence. So അത് already ഞാൻ പറഞ്ഞു, it is always located nearer to the power so that the length requirement, or you can easily absorb the pressure fluctuation happen because of the flow reversal. Then there is no limitation regarding the surge tank height limitations illa, and normally it is installed, where it is installed is നമ്മൾ ചിലപ്പോൾ ഈ പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്, there will be some junctions, there will be some junctions എന്ന് പറയുന്നത് slope location at which flat slope conduit and steep slope penstock meets. അപ്പൊ ഈ ഹൈറ്റിൽ നിന്ന് വരുവാണെങ്കിൽ, ഡാമിൽ നിന്ന് വരുന്ന റിസർവയറിൽ നിന്ന് വരുന്ന പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്, it may have flat as well as steep pipelines. അപ്പൊ ആ രണ്ടിന്റെയും ജംഗ്ഷൻ വരുന്ന ലൊക്കേഷനിലാണ് ഇത് നോർമലി സബ് ടാങ്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. So you will have, if this is like this, so it is, they are installed at this location, ഈ ജംഗ്ഷൻ വരുന്നിടത്ത് പെൻസ്റ്റോക്ക്, so that it will be installation easy ആണ്. അതുപോലെ തന്നെ it will serve the requirement of the according to the load fluctuations on the turbine. ഇത് ഒരു സർജ് ടാങ്കിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ്. So this is what the surge tank penstock ആണ്. So this is the penstock. So this is the penstock, and you have here this tall installation. So this is the surge tank. And various types of surge tanks are used. So these are the different types of surge tank mentioned here: simple, gallery type, inclined surge tank, restricted orifice surge tank, differential surge tank. Either you can list out this: simple, gallery type, inclined, restricted orifice surge tank, differential surge tank. So this is a schematic of a simple surge tank. Simple surge tank എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ റിസർവർ, ഓപ്പൺ ടാങ്ക് പൈപ്പ് ലൈനിൽ കണക്ട് ചെയ്തേക്കാണ്. So this is connected by a, so this connection, you can see this is connected by, at this connecting point, this surface, this area, ഈ രണ്ടിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഷോർട്ടർ കണക്ഷൻ ഹാസ് an area greater than this diameter of the penstock. ഇതിന്റെ ഈ കണക്ടിങ്, ഇതിന്റെ ഡയമീറ്ററും ഇതിനേക്കാൾ ലാർജർ ഡയമീറ്റർ ആണ് ഇവിടെയുള്ള ഈ കണക്ടിങ് കണക്ടറിന്റെ ഡയമീറ്റർ. So this is a simple type of surge tank. Function നമ്മൾ ഈ പറയുന്ന പോലെ, so when the valve is closed, water will enter and will occupy the space
inside the surge tank, so that the pressure fluctuation will be neutralized and it will be flown back to the penstock when it is required. ഇതാണ് ഒരു ഓപ്പൺ ടൈപ്പ് സിമ്പിൾ സർജ് ടാങ്ക് എന്ന് പറയുന്നത്. And here it is a restricted orifice surge tank. Restricted orifice surge tank എന്ന് പറയുന്നത് ഇവിടെ നോക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കുന്നത് ഒരു orifice ആണ്. ഷോർട്ടർ ഡയമീറ്റർ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ഇതിന്റെ ബോട്ടത്തിലുള്ളത്. So we have a very small opening. So this is the orifice provided at the bottom of the tank. So the water enter this surge tank through this orifice. So restricted passage ആകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? When the passage is restricted, when that we have a restricted opening, there will be greater frictional loss. So ഇവിടെ കൂടുതൽ ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ ആ ലോസ് വെച്ച് മറികട നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. So whatever pressure rise or pressure fluctuation occur due to water hammer, that will be lost in throttling. ഇവിടെ ഒരു throttling process എന്ന് പറയാം, throttling ആണത്. So there will be greater loss here. So that will be neutralizing the pressure fluctuation, and that will water will be stored here, and it will be again supplied when you require the when the demand on the load on the turbine is more. So when it increases. അപ്പോൾ ഇത് റെസ്ട്രിക്റ്റഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സർജ് ടാങ്ക് ആണ്. And this is a gallery type surge tank. The schematic diagram you can see it's a gallery. Gallery എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള expansion chambers കാണും. So we have here also known as expansion chamber surge tank എന്നും പറയാം. So we have here galleries. So this is a lower gallery. Gallery എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാ സ്പേസ് ആണ്. അപ്പോൾ ഈ ഇവിടുന്ന് ഈ പൈപ്പ് പെൻസ്റ്റോക്സിൽ നിന്ന് വരുന്ന it will enter the surge tank from here. It will enter here. Then it will enter the excess water വരുന്നത് ഈ ലോവർ ഗാലറിയിലോട്ട് എൻട്രി ചെയ്യും. So this expansion chamber is actually helps to absorbs the excess pressure. പൈപ്പ്ലൈനിൽ വരുന്ന എക്സസ് പ്രഷറിനെ വരുന്നുണ്ടെങ്കിൽ ഈ upper gallery that will be absorbed. That means it will enter and occupy the space. ഇതിന് എക്സ്ട്രാ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തു കഴിയുമ്പോൾ അത്രയും പ്രഷർ അത് ന്യൂട്രലൈസ് ചെയ്യും. So this expansion chamber will be absorbing the excess pressure, and it will be stored in the lower gallery also. So this is what the gallery type surge tank. Then inclined type surge tank എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റ് ലിമിറ്റേഷൻസ് വരുന്ന കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. For the same diameter, suppose you have two pipe or tubes, one held vertically and one held at an inclined. ഏതിലായിരിക്കും സർഫസ് കൂടുതൽ കാണിക്കുക, ഹയർ വാട്ടർ സർഫസ് കാണിക്കുക? ഒരേ ഡയമീറ്റർ ഉള്ള രണ്ട് ട്യൂബ്, ഒന്ന് വെർട്ടിക്കൽ ആയിട്ട് പിടിച്ചു, ഒന്ന് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് പിടിച്ചു. ഏത് പൈപ്പ് ലൈനിൽ ഏത് ട്യൂബിലായിരിക്കും ഇഫക്റ്റീവ് വാട്ടർ സർഫസ്? ഹലോ ഇൻക്ലൈൻഡിലാണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇൻക്ലൈൻഡ് പൊസിഷനിൽ. അപ്പൊ തിരിച്ചു പറയാം, നമുക്ക് സെയിം ഹൈറ്റ്, ഇഫ് യു ടേക്ക് ദി സെയിം ഹൈറ്റ് വിച്ച് വിൽ ബി ഹാവിങ് ഡയമീറ്റർ ഡിഫറൻറ്റ് മതി. അപ്പൊ ആ സ്പേസ് കൺസ്ട്രെയിൻസ് വരുന്ന കേസിൽ നമുക്ക് ഈ രീതിയിലുള്ള സർജ് ടാങ്ക്സ്, നമുക്ക് ഇൻസ്റ്റലേഷൻ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർജ് ടാങ്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരും. സോ ദിസ് ഈസ് then the last category, differential surge tank. Differential surge tank കൂടെ നോക്കി, ഇവിടെ ഒരു നോർമൽ ഒരു ഓപ്പൺ ടാങ്ക് ഇവിടെ ഉണ്ട്. In addition to this open tank, you can see a riser pipe inside the tank. ഇവിടെ ഒരു riser pipe കൂടി ഇവിടെ വന്നിട്ടുണ്ട്. So what happens is when the water enter the surge tank from here, ഇവിടെ നിന്ന് എൻറ്റർ ചെയ്യും. എൻറ്റർ ചെയ്ത് it will ഇവിടെ രണ്ട് ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട്. So it will enter from this opening to this
outside tank and it will be stored here. അപ്പോൾ ഈ പുറത്തേ ഉള്ളതെന്ന് വെച്ചാൽ ഈ പൈപ്പ് ലൈനിൽ എക്സസ് വരുന്ന വാട്ടറിന് ഇവിടെ സ്റ്റോർ ചെയ്യും. ഈ ഔട്ടർ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് വെൻ ദിസ് ഓവർഫ്ലോസ്, വെൻ ദി പ്രഷർ ഈസ്, ഇതിന്റെ കപ്പാസിറ്റി ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും പ്രഷർ കൂടി കഴിഞ്ഞാൽ ഈ തിരിച്ച് ഇതിലെ ഓവർഫ്ലോ ചെയ്യും. ഈ റൈസർ വഴി ഓവർഫ്ലോ ചെയ്ത് പ്രഷറിനെ ന്യൂട്രലൈസ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ദി differential surge tank is all about. So the inner riser pipe that helps to neutralize the excess pressure, whereas the outer tank acts as a storage. So this is how the differential surge tank works according to the load on the turbine. ഇത് നേരത്തെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. എന്താണ് നമ്മൾ ഹെഡ് റൈസ് നോർമലി നമ്മൾ ഹെഡ് റൈസ് ഇതിലാണ് സർജ് ടാങ്ക്സ് പറയുന്നുണ്ടെങ്കിലും സം ടൈം യു മേ റിക്വയർ ടു ഹാവ് ദിസ് സർജ് ടാങ്ക് ഇൻസ്റ്റാൾഡ് ടു പ്രൊട്ടക്ട് ദി ടെയിൽ റൈസ് ടണൽസ്. അപ്പൊ അതിലെ പ്രഷർ എക്സസ് ആവും, അതിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സർജ് ടാങ്ക്സ് ആർ ആൾസോ പ്രൊവൈഡഡ് ഇൻ ദി ടെയിൽ റൈസ് ടണൽസ്. Okay, now let's move on to the specific speed. Already specific speed എന്താണ്, ഇതിന്റെ definition and equations ഒക്കെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു. Now we will derive that equation. നേരത്തെ ആ ഒരു ഇക്വേഷൻ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ടർബൈൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. Now we will derive the equation for specific speed of a turbine. About specific speed, again you can have the specific speed defined. It is the speed of a geometrically similar turbine. So the statement is, you can read the statement, it is the speed of a geometrically similar turbine which develops 1 kilowatt power when works under a head of 1 meter. 1 meter head work ചെയ്യുമ്പോൾ 1 kilowatt power ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടർബൈനിന്റെ സ്പീഡിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്നുള്ള രീതി പറയുന്നത്. അപ്പൊ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ടർബൈൻസ് ടു ടേക്ക് അതിന്റെ എല്ലാം സ്പെസിഫിക് സ്പീഡ് സെയിം ആയിരിക്കും. സോ വി ക്യാൻ നൗ derive the equation. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, സ്പെസിഫിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതാണ്, യു ക്യാൻ കമ്പയർ ദ പെർഫോമൻസ് ഓർ യു ക്യാൻ സെലക്ട് ദ ടർബൈൻ അക്കോർഡിംഗ് ടു ദി സ്പെസിഫിക് സ്പീഡ്. നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ turbine classification based on specific speed എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. So if you know the specific speed value, you can select the type of turbine that may suit to the specific application. So it's a selection criteria of the turbine. Now to derive the expression of specific speed of the turbine, so these are the parameters on which the performance of the turbine depends. ടർബൈൻ്റെ പെർഫോമൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ആണ് ഒന്ന് ഡിസ്ചാർജ്, then the diameter of the rotor, width of the rotor, d is not mentioned there, you can also write that. So the parameters that are considered when you study the performance of the turbine, one is discharge, then diameter, you can also say width, width of the rotor, കാരണം നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടി വരുന്നുണ്ട്. വിഡ്ത്ത് ഓഫ് ദ റോട്ടർ, then rotational speed n, head value, the net head h, power p. So these are the parameters or the variables that we consider while discussing the performance of the turbines. Now let us consider a turbine working under a head of net head h. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി, we have this velocity cv root 2gh, right? Similarly, another expression is u, blade speed, we have this speed ratio into root 2gh. ഈ രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. So from that what I can write is v is proportional to root h. First equation. അതുപോലെ തന്നെ ബ്ലേഡ് സ്പീഡ് എനിക്ക് എന്താ എഴുതാം? u proportional to root h. Then another
expression that you know for the blade speed is u equal to pi dn by 60. അപ്പോൾ ഇതിലെ pi 60 constant ആണ്. So that gives you u proportional to dn. Now these two equations you can combine. ഇവിടെ രണ്ട് expressions ഉണ്ട്. U proportional to root h, U proportional to dn. So these two you can combine. These two you can combine and write root h proportional to dn. Then from this you can write d proportional to root h by n. So from this you can write d proportional to root h by n. Then another relation that we know is discharge is area multiplied by velocity. ഈ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് പൈ ബി ഡി ബി എഫ്. You know what this expression? Sorry, pi BD. Sorry, pi BD. So pi BD is so area proportional to BD. Then again, നമ്മൾ വിഡ്ത്തും ഡയമീറ്ററും ഉള്ള റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. We have this b by d ratio. It's a constant. That means b proportional to d. So b proportional to d ആണെങ്കിൽ I can say area proportional to d square. So I can write this area proportional to, instead of BD I can write area proportional to d square. ഇനി അതിൽ നിന്ന് ഡിസ്ചാർജ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q proportional to area into velocity ആണ്. ഏരിയ അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് d square proportional ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് h ന് proportional ആണ്. വെലോസിറ്റി any velocity is proportional to root h. So we have discharge proportional to d square root h. Now you can substitute for d. ഇവിടെ നേരത്തെ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട് നമ്മൾ. ഏതാണ്? d proportional to root h by n. d proportional to root h by n. This relation you can substitute here. ഈ d square പകരം root h by n ഇടുക. So q proportional to d square into root h. So you can combine the terms and obtain as q proportional to h raised to 3 by 2. ഇത് root h square ആണ്, h വരും, h into root h. So h raised to 3 by 2 by n square. So q proportional to h raised to 3 by 2 n square you will be getting. So let this be equation 1. Now let us consider overall efficiency of the turbine. Overall efficiency of the turbine എന്ന് പറയുന്നത് shaft power by water power. ഈ definition നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. That shaft power let it be P divided by water power എന്ന് പറയുന്നത് WQH divided by 1000. ഇത് കിലോവാട്ടിലാക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. So from this expression you can write shaft power is eta naught into this WQH. അതിൽ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. eta naught കോൺസ്റ്റന്റ് ആണ്, rho constant ആണ് ഫ്ലൂയിഡിന്റെ, g constant ആണ്. So what we have is power is proportional to QH. So now you can substitute this discharge equation here. ഇത് equation 1 ഇവിടെ substitute ചെയ്ത് കഴിഞ്ഞാൽ what we get is P proportional to discharge ന് പകരം h raised to 3 by 2 by n square into h. So this is power proportional to discharge Q into h ലെ Q ന് ഇത് substitute here. This equation is substitute here. That into h. So you combine, what we get is power proportional to h raised to 3 by 2 into h. So h raised to 5 by 2 by n square. So power proportional to h raised to 5 by 2 n square. So now you can remove this constant of proportionality by introducing a constant k. So P equal to k into h raised to 5 by 2 n square. So where k is the proportionality constant. Now to find this proportionality constant, let us now substitute the condition or the statement. Specific speed in the statement I would apply here. എന്താണ് specific speed എന്ന് പറയുന്നത്? We have this n equal to ns when h equal to 1 meter and p equal to 1 kilowatt. അതാണ് നമ്മൾ by definition of the specific speed, it is the speed of the turbine when it generates a power of 1 kilowatt when working under a head of 1 meter. So n equal to ns when h equal to 1 meter and p equal to 1 kilowatt. So you substitute that equation, power equal to 1 equal to k into h raised to 1 to the power 5 raised to 5 by 2 by n is ns square. So this equation gives you k equal to ns square.
Now you substitute that in this power equation. So power equal to ns square k ns square into h raised to 5 by 2 by n square, or what we need is ns. So ns square equal to p n square by h raised to 5 by 2, or specific speed ns equal to square root of p n square h raised to 5 by 2, and that what finally gives you ns equal to n root p by h raised to 5 by 4. ഈ എക്സ്പ്രഷൻ ആണ് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. So this is the specific speed of the turbine. Okay. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇതുവരെ ഡിസ്കസ് ചെയ്തതിലോ ഈ ഡെറിവേഷനിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. If you don't have any doubt, you type okay. അതെ, 3 പേരെ കേട്ടുള്ളൂ, 3 ഓക്കെ കണ്ടുള്ളൂ. അതാണ് 30 പേരോളം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇക്വേഷൻ എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. Now ഇതിൽ ഹാവ് ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ദിസ് എക്സ്പ്രഷൻ ഫോർ സ്പെസിഫിക് സ്പീഡ്, ദ വാല്യൂ ഓഫ് എൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ആർ പി എം. എൻ എന്ന് പറയുന്നത് ആർ പി എത്തിലായിരിക്കണം, റെവല്യൂഷൻ പെർ മിനിറ്റിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പവർ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ കിലോ വാട്ട്, എച്ച് ഇൻ മീറ്റേഴ്സ്, ആൻഡ് that's all. These are the units that are used for N, P and H when you calculate the specific speed of the turbine. ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഒന്നും അല്ല, എന്നിരുന്നാൽ പോലും ഒരു കൺവെൻഷൻ, നോർമലി നമ്മൾ സ്പീഡ് നമ്മൾ പറയുമ്പോൾ ആർ പി എത്തി പറയുന്നുണ്ടെങ്കിലും ഒരു ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് കൺവെൻഷൻ, ടർബൈൻസ് നമ്മൾ പറയുമ്പോൾ ഒരു നമ്പർ പോലെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ കൂടെ ഒരിക്കലും ആർ പി എം നമ്മൾ എഴുതാറില്ല. So as a convention that you may note the value of ns calculated somewhere I mentioned here. Okay. And another thing that you can see here is, നമ്മൾ ഒരു ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഹെഡ്സിലാണ്, ഡിഫറെന്റ് സ്പീഡിലാണ് റൺ ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ബി ഡെവലപ്പിംഗ് or it will be generated different power. So for each of this combination of n, p and h, you can find, you will be getting a value of specific speed. So നമ്മളൊരു ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ സ്പീഡിലാവണമെന്നില്ല. ഇറ്റ് മേ ബി ഓപ്പറേറ്റിംഗ് അണ്ടർ ഡിഫറെന്റ് സ്പീഡ്, ഡിഫറെന്റ് പവർ, it may generate different power, and it may sometimes work on different heads also. അപ്പൊ ഇത് ഓരോ കോമ്പിനേഷൻ എൻ പി എച്ചിന്റെ വാല്യൂ അനുസരിച്ച് ഓരോ എൻ എസിന്റെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ നമ്മളൊരു ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ സ്പെസിഫൈഡ് കറസ്പോണ്ടിങ് ടു ഈറ്റ ഈക്വൽ ടു ഈറ്റ മാക്സ്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എന്താണോ ആ മാക്സിമം എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്, ഹെഡ് ആൻഡ് പവർ വാല്യൂസ്, അതാണ്
അത് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന NS വാല്യൂ ആണ് നമ്മൾ നോർമലി ഒരു ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് വാല്യൂ എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ടർബൈൻ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് കണ്ടീഷൻസിലാണെങ്കിലും മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ അതിന്റെ സ്പെസിഫിക് സ്പീഡ് കിട്ടുന്ന that value is normally used or defined as the specific speed of the turbine. So അത് കാര്യം നോട്ട് ചെയ്യുക. Now another form of specific speed. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ ഈ സ്പെസിഫിക് സ്പീഡ് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് ഫോം അല്ല. You can convert that equation into a dimensionless form. So this is the term called to express or to define that non-dimensional specific speed. So for each turbine, you can define a dimensionless specific speed. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുവച്ചേക്കുന്ന എക്സ്പ്രഷനെ നോൺ ഡയമെൻഷൻലെസ് ചെയ്യുവാണ്. NS equal to n root p by h raised to 5/4. This was the expression what we just now derived, and this NS is a dimensional quantity. The dimensionless alla. So you can convert this equation into a non-dimensional form. So that non-dimensional specific speed is called type number. You can call this non-dimensional form of specific speed as type number, another name shape number or speed number. So it is a dimensionless form of the specific speed. So that expression is given like this. അതിന്റെ ഡെറിവേഷൻ ഒന്നുമല്ല, നമ്മൾ ആ ഇക്വേഷനെ നോൺ ഡയമെൻഷൻലെസ് ചെയ്ത് എക്സ്പ്രഷന്റെ ഫൈനൽ ഫോം ആണത്. that you can note down. So this SP denote non-dimensional specific speed of the turbine, which is the equation dimensionless ആക്കാൻ വേണ്ടിയിട്ട് it has been divided by certain term. Density G, ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. So that this expression now is rho and G constants ആണ്. Rho is a constant of the fluid, അതുപോലെ തന്നെ G എന്ന് പറയുന്നത് gravity constant ആണ്. So that is introduced in this equation. So that now you have this expression SP equal to n root p rho raised to half GH raised to 5/4. So this is the final expression what you have. SP equal to n root p divided by rho raised to half GH raised to 5/4. So this is the non-dimensional specific speed, or we call this as type number or speed number or shape number. അപ്പോൾ അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ കാൽക്കുലേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്തൊക്കെയായിരിക്കണം. ഇവിടെ നോക്കുക, അതിന്റെ താഴെ എഴുതി വെക്കുക the unit of n. നേരത്തെ ഞാൻ പറഞ്ഞു RPF ലാന്ന് പറഞ്ഞു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് n should be in revolution RPS. This expression n has to be in RPS, not in RPS. Power in watt, then head in meters. So these are the units to be followed by calculating the type number of the turbine. Now see, for water turbines what you have is density value നമുക്ക് അറിയാം, വാട്ടറിന്റെ കേസിൽ അറിയാം 998 kilogram per meter cube ആണ്. G value 998, or you can take 1000. G as 9.8 meter per second square. So you can substitute this so that if you know the value of NS ന്റെ value, NS എന്ന് പറയുന്നത് എന്താണ്? NS എന്ന് പറയുന്നത് ഡയമെൻഷൻ നമ്മൾ നേരത്തെ derive ചെയ്ത specific speed. This specific speed and type number can be related using this expression. So we expression speed expression what you have done is substituted rho as 998 and G as 10.8. So what you get is SP equal to 9.61 into 10 raised to minus 4 times NS. We can directly use here നമുക്ക് type number calculate ചെയ്ത് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ specific speed calculate ചെയ്യാം. So SP equal to 9.61 into 10 raised to minus 4 times
ns. So this is the number of sp കിട്ടുന്ന എന്താ ഇതെന്ന് പറയുന്നത് number എന്ന് പറയുന്നത് number of revolutions ആണ്. Number of revolutions. Type number. So that you can also express in radians. Revolutions നമുക്കറിയാം 2 pi radian ആണ്. 1 revolution എന്ന് പറയുന്നത് 2 pi radian ആണ്. So if you have this type number calculated in revolutions, you can convert that into shape factor or radians. Radian calculate ചെയ്യാനായിട്ട് you multiply by 2 pi. So 2 pi into 9.61 into ഇതെന്ന് പറയുന്നത് shape type number calculated in revolutions. Revolution that multiplied by 2 pi. So 2 pi into 9.61 into 10 raised to minus 4 ns. So this is the shape number or shape factor calculated in radians. അതാണ് SPR PR എന്നുള്ള notation കൊടുത്തേക്കുന്നത്. Substitute PR എന്നുള്ളത് R for radians. Okay. The unit quantities we will see tomorrow. I think we can stop now. Okay, if you have any doubt, you can ask. Hello, sir. Okay, then thank you very much. Thank you, sir. Sir, ഇന്നലെ ക്വിസിന്റെ അസൈൻമെന്റ് ക്വിസിൽ ഒരു ക്വസ്റ്റ്യൻ സംശയം ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ മാക്സിമം എഫിഷ്യൻസി ഓഫ് 100% is achieved by a fluid jet striking a series of curved plates when the angle of deflection of jet is 0 degree അല്ലേ സാർ ഇത്? അല്ലല്ല, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 150 അല്ലേ വരുന്നത്? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ? 0 ഡിഗ്രി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഏത് ക്വസ്റ്റൻ ആയിരുന്നു? ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഏതാ ആൻസർ? 180 എന്നല്ലേ ആൻസർ വന്നിട്ടില്ല. അല്ല, ഇപ്പൊ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ നിങ്ങൾക്ക് സ്കോർ റിലീസ് ചെയ്തില്ലേ? അതിനകത്ത് ആൻസർ കാണാൻ പറ്റത്തില്ല സർ. ഓപ്ഷൻ ഇല്ലയോ അതിനകത്ത്? ഓക്കെ, ഞാൻ നോക്കാം. Sir. Yes. Hello, sir. Yes. Sir, ക്വിസിന്റെ ക്വസ്റ്റ്യൻ വീണ്ടും സെൻഡ് ചെയ്യോ സാർ? ഞാൻ അയച്ചല്ലോ നിങ്ങൾക്ക്. അത് അങ്ങ് ഇത് വന്നില്ല, തിരിച്ചു വന്നില്ലയോ അത്? ഇല്ല, കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്താ കാണാൻ പറ്റാത്തത്? കുറെ പേർക്ക് കാണാൻ പറ്റാത്ത കണ്ട കാര്യങ്ങളുണ്ടോ? നിങ്ങൾ ആർക്കും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ക്വിസ്? ഉണ്ട് സാർ, കിട്ടുന്നുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഞാൻ അത് സാർ റിട്ടേൺ ചെയ്തിട്ട് അവിടെ എടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റേ പിന്നെയും ക്വിസ് എടുക്കുമ്പോഴാണ് കിട്ടാത്തത്. ഓക്കെ, അത് റിട്ടേൺ ചെയ്തെടുക്കുന്നാല്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലാറ്ററൽ എൻട്രി വരുന്നവർക്ക് ഒരു ടെമ്പററി ID കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പേര് ക്വിസ് സബ്മിറ്റ് ചെയ്തത് ആ ID-യിലാണ്. അപ്പൊ അത് ഞാൻ റിട്ടേൺ ചെയ്യുമ്പോൾ അത് വരത്തില്ല. കാരണം അത് എന്റെ ക്ലാസ് റൂമിൽ ഇല്ലാത്ത 2 നമ്പറാണ്. അപ്പൊ അത് 2 പേരുടെ സ്കോറ് അവിടെ മിസ്സിംഗ് എന്ന് കാണിച്ച് ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ അതിന് ആ ടെമ്പററി ID നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം അത് അടുത്ത് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. കാരണം അതിന് മെയിൻറ്റെയിൻ. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമെയിലൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ പുതിയ പെർമനന്റ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പർ വെച്ചിട്ടുള്ള ഇമെയിലിലോട്ട് മാറ്റുക. അത് ഒരാഴ്ചക്കുള്ളിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ.